5 സ്റ്റാർ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ ചുക്കയാണ്. നമ്മുടെ നാടൻ സ്റ്റൈലിൽ ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് മെയിനായിട്ട് വേണ്ടുന്നത് സവാളയാണ്. മീഡിയം സൈസ് 4 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കനം കുറച്ച് നല്ലതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കേരള സ്റ്റൈലിൽ ചെയ്യുന്നത് കൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഇത് വറുത്തെടുക്കുന്നത്. കാസ്റ്റേണിൻ്റെ പാത്രത്തിലാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. സവാള നമുക്ക് കുറേശ്ശെ ഇതിലിട്ട് വറുത്തെടുക്കാം. മീഡിയം സൈസ് സവാള ആയതുകൊണ്ടാണ് ഞാൻ 4 ഇവിടെ എടുത്തിരിക്കുന്നത്. വലിയ സവാളയാണെങ്കിൽ 3 മതി. ഇതുപോലത്തെ ഒരു കാസ്റ്റേണിൻ്റെ പാത്രത്തിലാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നതെങ്കിൽ വളരെ കുറച്ച് എണ്ണയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ വറുത്തെടുക്കാം. സവാള ഇവിടെ നല്ലതായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് പൊടിച്ചു കൊടുക്കണം. ഇതിനെ ആ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലോട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. സവാള ഫ്രൈ ചെയ്തെടുക്കുന്നത് മാത്രമാണ് ആകെ ഇതിൽ സമയം എടുക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടുന്നത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടുന്നത് പൊടികളാണ്. അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആദ്യം ഞാൻ ചേർത്തിരിക്കുന്നത്. അതിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ് ഞാൻ ഇനി ചേർക്കുന്നത്. ഇത് അവസാനവും ഞാൻ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഫ്രഷായിട്ട് പൊടിച്ച 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ഇനി ചേർക്കുന്നത്. പഴുത്ത ഒരു ചെറിയ തക്കാളിയും 3-4 പച്ചമുളകും കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അവസാനം ഞാൻ ആ സവാള വറുത്ത് 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൈവച്ച് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയെല്ലാം ചിക്കനിലോട്ട് നല്ലതായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എങ്കിലേ മസാലയൊക്കെ ചിക്കനിലോട്ട് നല്ലതായിട്ടൊന്ന് പിടിക്കത്തുള്ളൂ. 1 മണിക്കൂറിന് ശേഷം നമുക്കിനി ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്റ്റീലിൻ്റെ കടായിയാണ്. ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെച്ചതിന് ശേഷമാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ചിക്കൻ കടായിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എണ്ണയോ വെള്ളമോ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. സവാള പൊരിച്ച എണ്ണ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇനി എണ്ണയൊന്നും ഒഴിക്കണ്ട. മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. വെള്ളം കുറവാണെന്ന് തോന്നുന്നെങ്കിൽ 1/2 കപ്പ് തിളപ്പിച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് വെച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചിക്കനിലെ വെള്ളമൊക്കെ വറ്റിയ ആ ഗ്രേവി എല്ലാം ചിക്കനിൽ നല്ലതായിട്ടൊന്ന് പിടിക്കണം. അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്യണം. ലാസ്റ്റ് 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇവിടെ നല്ലതായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. മസാലയെല്ലാം ചിക്കനിലോട്ട് നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. വെളിച്ചെണ്ണയിൽ ഇത് തയ്യാറാക്കിയത് കൊണ്ട് ഇതിന് നല്ലൊരു മണമാണ് വരുന്നത്. നാടൻ ചിക്കൻ ചുക്ക നമുക്കിനി ഒരു പ്ലേറ്റിലോട്ടൊന്ന് സെർവ് ചെയ്യാം.
ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്